ഓക്കെ. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളെ കയ്യിലൊരു Xpulse 4V ആയിരുന്നു നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിന്. ഒരു വർഷമായി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വണ്ടി കൊടുത്ത് നമ്മളൊരു പുതിയ വണ്ടി വാങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ Xpulse കൊടുത്തതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ വണ്ടി എടുത്തുകൊണ്ട് ഒന്ന് ഓടിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഗൂഡല്ലൂർ ഒരു പൂട്ടിക്കിടക്കുന്ന ഒരു ടീ ഫാക്ടറിയും കൂടെ കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കോക്പിറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും, ഇതൊരു ഹോണ്ട ഹൈനസ് ആണ്. ഈ ഒരു ഹെഡ്ലൈറ്റ് കൗളൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ Xpulse കൊടുത്തിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി ഞാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ എന്നോട് 2-3 പേരൊക്കെ ചോദിച്ച കാര്യമാണ് സ്പീഡ് 400 എടുത്താൽ പോരായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ ഷോറൂമിലൊക്കെ പോയതാണ്. പക്ഷേ അതൊന്നാമത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, ഇറങ്ങിയിട്ടൊന്നുമില്ല. എന്താ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ ഒരു സൈഡിൽ വെച്ചാലും ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചിരുന്ന ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെട്രോ അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു. അപ്പം എനിക്ക് വലിയ സ്പീഡൊന്നും വേണമെന്ന് തോന്നിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹൈനസിലേക്ക് മാറിയത്. ഒരു ലോങ് സ്ട്രോക്ക് എൻജിനാണ് എല്ലാം കൊണ്ടും. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. ഞാൻ ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഇതൊരു നല്ല ചോയ്സാണോ, നല്ല ഇതാണോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കുറച്ച് നാൾ ഓടിച്ച് ഞാൻ ഒരു ഫസ്റ്റ് സർവീസൊക്കെ എത്താറാകുമ്പോഴത്തേക്കും ഇതിനൊരു റിവ്യൂ ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യാം. അതായത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പോൾ Xpulseനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു Xpulse വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങാമെന്നാണ്. കാരണം നല്ലൊരു വണ്ടിയാണ് Xpulse. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു വണ്ടിയാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് അതിനോട് മുട്ടാൻ വേറൊരു വണ്ടി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് സംഗതി പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ എല്ലാ വണ്ടികൾക്കും ഉള്ള പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ Xpulseനും ഉണ്ട്. പിന്നെ അതിന് മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതിൻ്റെ ആ സീറ്റ് തീരെ ഇതായതുകൊണ്ട്. അത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്, അതുകൊണ്ട് അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അധികം ദൂരമൊന്നും പോകാൻ കുറച്ച് ഡിസ്കംഫർട്ടാണ്. അതാണ് ഒരു മെയിൻ പ്രശ്നം. പിന്നെ നമ്മളെ വണ്ടിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മിസ്സിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതായത് വണ്ടി ഓഫായി പോകുന്ന പോലെ ഇങ്ങനെ ഇതാവുമായിരുന്നു, ഇങ്ങനെ തുമ്മി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞത്, ഞാൻ സർവീസിന് പോയപ്പോഴും പറഞ്ഞതാണ്. പക്ഷേ അവർക്കാർക്കും അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, ശരിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓടിച്ചിട്ടുള്ള ഒരു 2-3 Xpulseന് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടികൾക്കും ഇല്ല, ചില വണ്ടികൾക്ക് ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് മാറ്റാനും അവർക്ക് കഴിയുന്നില്ല. അത് ഞാൻ ക്വിക്ക് റോഡിൽ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയ മാറ്റം വന്നു. കാരണം വല്ലാണ്ട് റേവ് ചെയ്ത് ഇതാക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ്. പക്ഷേ നമ്മളത് കൊടുക്കാനുണ്ടായ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാം, കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോവാം എന്നുള്ള ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ മറ്റൊരു വണ്ടിയിലേക്ക്, ഈ പറഞ്ഞ ഹോണ്ട ഹൈനസിലേക്ക് മാറിയത്. അപ്പം അത് അത്രത്തോളം വെർത്താണോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ അത് കുറച്ച് ദൂരം ഓടിച്ച് ഒരു ഫസ്റ്റ് സർവീസൊക്കെ ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ആ വീഡിയോയിൽ ഞാൻ പറയാം നമ്മൾ തീരുമാനം ശരിയാണോ എന്നൊക്കെ. അപ്പം അതാണ് Xpulse കൊടുക്കാനുള്ള ഒരു കാര്യം.